ഗ്രാമ്പൂ വിളവെടുപ്പും വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണവും. ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് ഗ്രാമ്പൂ. ഉണങ്ങിയതും വിരിയാത്തതുമായ പൂമൊട്ടുകൾക്കായി ഇത് വളർത്തുന്നു. പാചകത്തിന് അതിന്റെ വ്യത്യസ്തമായ രുചിക്ക് പുറമെ ഗ്രാമ്പൂ അതിന്റെ ശ്രദ്ധേയമായ ഔഷധ സസ്യങ്ങൾക്ക് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉൾപ്പെടെയുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ മേഘാലയ പ്രദേശങ്ങളിൽ ഈ സുഗന്ധവ്യഞ്ജനം നന്നായി വളരുന്നു. ഗ്രാമ്പൂ വിളവെടുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സൂക്ഷ്മമായ പ്രക്രിയയിലൂടെ ഈ ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നു. ഗ്രാമ്പൂ മരം ഏകദേശം 5 മുതൽ 8 വർഷം വരെ കായ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ സാധാരണമായി വാണിജ്യ അടിസ്ഥാനത്തിൽ വിളവെടുപ്പ് ലഭിക്കുന്നത് മരം 15 മുതൽ 20 വയസ്സുവരെ പ്രായം ആകുമ്പോഴാണ്. രസകരമെന്നു പറയട്ടെ, ഗ്രാമ്പൂ ഒരു സവിശേഷമായ വിളവെടുപ്പ് രീതി പ്രദർശിപ്പിക്കുന്നു. 4 വർഷത്തിൽ ഒരിക്കൽ മികച്ച വിളവെടുപ്പ്, തുടർന്നുള്ള ഇടവിട്ടുള്ള വർഷങ്ങളിൽ കുറഞ്ഞതോ ഇടത്തരമോ ആയ വിളവെടുപ്പാണ് പ്രദർശിപ്പിക്കുന്നത്. ആൻഡമാൻ ദ്വീപുകളിൽ സാധാരണമായി വിളവെടുപ്പ് കാലം ഡിസംബറിൽ ആരംഭിച്ച് ജനുവരി അവസാനം വരെ തുടരും. മരങ്ങൾ ഉയരത്തിൽ വളർന്നു വരുന്നതിനാൽ വിളവെടുപ്പ് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാകുന്നു. മരങ്ങൾ അതിലോലമായതിനാൽ നേരിട്ട് കയറുന്നത് ഒഴിവാക്കണം. പകരം മുകുളങ്ങൾ നിറഞ്ഞ മുകളിലെ ശാഖകളിൽ എത്താനായിട്ട് കൊയ്ത്തുകാർ ഏണി ഉപയോഗിക്കുന്നു. ശരിയായ പക്വതയായ ഘട്ടം നിർണായകമാണ്. മുകുളങ്ങൾ പൂർണ്ണമായും വികസിച്ചതിനു ശേഷം വിരിയാത്തതും വിളവെടുക്കുന്നു. പിങ്ക് കളർന്ന നിറമാണ് ഈ ഘട്ടത്തിനെ പലപ്പോഴും സൂചിപ്പിക്കുന്നത്. വളരെ നേരത്തെ വിളവെടുക്കുന്നത് ചുരുങ്ങിയ മുകുളങ്ങൾക്ക് കാരണമാകുന്നു. അതേസമയം വിളവെടുപ്പ് വൈകിയാൽ മുകുളങ്ങൾ പൂക്കളായി വിരിയാൻ തുടങ്ങുന്നു. ഇത് ഉണങ്ങിയ ശേഷം അവയുടെ സുഗന്ധവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുകുളങ്ങളുടെ കൂട്ടങ്ങൾ ശ്രദ്ധാപൂർവം കൈകൊണ്ട് പറിച്ചെടുക്കുന്നു. എല്ലാ മുകുളങ്ങൾ ഒരേ സമയം പാകമാകാത്തതിനാൽ കൊയ്ത്തുകാർ പലവട്ടം കയറേണ്ടി വരുന്നു. അതുകൊണ്ട് ഗ്രാമ്പൂ വിളവെടുപ്പിനെ ഒരു അധ്വാനമുള്ള പ്രക്രിയയായി കണക്കാക്കുന്നു. വിളവെടുത്ത കൂട്ടങ്ങളെ സംസ്കരണ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വ്യക്തിഗത മുകുളങ്ങൾ അവയുടെ തണ്ടുകളിൽ നിന്ന് വേർതിരിച്ച് വൃത്തിയുള്ള ഷീറ്റുകളിലോ ഉണക്കാനായി ട്രേകളിലോ വിതറുന്നു. പരമ്പരാഗതമായി ഈർപ്പം ഏകദേശം 10% കുറയുന്നതുവരെ വെയിലത്ത് ഉണക്കൽ പരിശീലിക്കുന്നു. മികച്ച ഗുണനിലവാരം ഉറപ്പാക്കാനും കാലാവസ്ഥയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് സജ്ജമാക്കിയിരിക്കുന്ന ക്യാബിനറ്റ് ഡ്രയർ ശുപാർശ ചെയ്യുന്നു. രീതി ഏതായാലും ഏകീകൃത ഉണക്കൽ ഉറപ്പാക്കണം. അഴുകൾ തടയണം. മുകുളങ്ങൾ പതിവായി തിരിക്കണം. നന്നായി ഉണങ്ങിയ ഗ്രാമ്പൂ മുകുളത്തിന്റെ ഇളം തവിട്ടു നിറത്തിലുള്ള തലയും കടും തവിട്ടു നിറത്തിലുള്ള തണ്ടും കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഒടുവിൽ ഉണങ്ങിയ മുകുളങ്ങൾ ഏകദേശം 100 മൈക്രോൺ കനമുള്ള ഫുഡ് ഗ്രേഡ് ബാഗുകളിൽ പാക്ക് ചെയ്ത് സംഭരണം സമയത്ത് ഈർപ്പം തട്ടാതിരിക്കാൻ സീൽ ചെയ്യണം. ഈ ശ്രദ്ധാപൂർവമായ പ്രക്രിയയിലൂടെ ദ്വീപ് കർഷകർക്ക് അവരുടെ വിളവെടുപ്പ് ഉയർന്ന നിലവാരമുള്ള ഗ്രാമ്പൂവാക്കി മാറ്റാൻ കഴിയും. ഇത് ലോകമെമ്പാടുമുള്ള വാണിജ്യ വിപണികൾക്ക് തയ്യാറാണ്. നന്ദി.